നമസ്കാരം. ശബരിമല കേസ് മറ്റൊരു വഴിത്തിരിവിലേക്ക് പോകുന്നു. രണ്ടാമത്തെ ചോദ്യം ചെയ്യലിൽ ആരെ ചോദ്യം ചെയ്തിട്ടുണ്ടോ അവരെല്ലാം അറസ്റ്റിലേക്ക് നീങ്ങുന്നതാണ്. കാരണം ആദ്യം ഒരു റൗണ്ട് ചോദ്യം ചെയ്യും, അപ്പോൾ അവർ നിഷേധിക്കും. പിന്നെ അവരെ വീണ്ടും രണ്ടാമത് അവരിൽ നിന്ന് എടുക്കുന്ന വിവരങ്ങൾ ക്രോസ് ചെയ്യും, മറ്റുള്ളവരുമായിട്ടൊന്ന് പിന്നെ ഡിസ്കസ് ചെയ്ത് മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം രണ്ടാമത് ചോദ്യം ചെയ്യും. എന്തെങ്കിലും ത്രെഡ് ഉണ്ടെങ്കിലാണ് രണ്ടാമതും ചോദ്യം ചെയ്ത്. രണ്ടാമത്തെ ചോദ്യം ചെയ്യൽ പലപ്പോഴും അറസ്റ്റിലേക്കാണ് പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തന്ത്രിയെ രണ്ടാമത്തെ ചോദ്യം ചെയ്യലിൽ ഇന്നലെ അറസ്റ്റ് ചെയ്തു. തന്ത്രി തിരുവനന്തപുരം പൂജപ്പുര ജയിലിൽ 14 ദിവസത്തേക്ക് റിമാൻഡിലാണ്. പക്ഷേ ഇന്നും നാളെ കോടതി അവധിയാണ്. തിങ്കളാഴ്ച അത് മൂവ് ചെയ്യാൻ പറ്റും. മൂവ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് അറിയാൻ പറ്റും. തിങ്കളാഴ്ച ചൊവ്വാഴ്ച അത് കോടതിയിൽ മൂവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ജാമ്യം കിട്ടുമോ, അതിനിടയിൽ കസ്റ്റഡി അപേക്ഷ കൊടുത്താൽ ചിലപ്പോൾ ജാമ്യത്തിന് ബുദ്ധിമുട്ട് വരും. കാര്യം തെളിവെടുക്കണം എന്ന് പറഞ്ഞ് കസ്റ്റഡി അപേക്ഷ കൊടുത്താൽ ജാമ്യത്തിൻ്റെ പ്രശ്നം കുറച്ച് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. എന്തായാലും വളരെ ഗുരുതരമായ പിതൃതുല്യനായിട്ടുള്ള ശബരിമലയുടെ പിതൃതുല്യനായിട്ടുള്ള വ്യക്തിയാണ് ഇന്ന് ജയിലിൽ കിടക്കുന്നത്. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം മറ്റൊരു കണ്ഠരരുവിനെ, ഞാൻ പേര് പറയുന്നില്ല, മറ്റൊരു കണ്ഠരരുവിനെ ഒരു സ്ത്രീ വിഷയമായി ബന്ധപ്പെടുത്തി ഒരു ലോഡ്ജിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എറണാകുളത്ത്, അപ്പോൾ ഒരു ഹോട്ടലിൽ നിന്ന് പിടിച്ചു. ഇത് രണ്ടാമത്തെ സംഭവമാണ് താഴമൻ കുടുംബവുമായി ബന്ധപ്പെടുത്തി ശബരിമലയിൽ ഇങ്ങനെ ഒരു വിവാദം വരുന്നത്. ഇന്നലെ എല്ലാ ചാനലുകളും എല്ലാ ഇന്നത്തെ പത്രങ്ങളും എല്ലാം തന്ത്രിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. SITയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നലെ ഒരു ജനം ചാനലിൽ പോയിരുന്നു. അതിൽ ഞാൻ പറഞ്ഞു, SIT ഒരു തരംഗങ്ങൾ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഉയരും താഴും, മിണ്ടാതിരിക്കും, പല രൂപത്തിലാണ്. കഴിഞ്ഞ വർഷം 2024 നവംബർ 24 ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു. ഇതേ സുഭാഷിതത്തിൽ തന്നെ. നിങ്ങൾക്ക് ഇതിൽ ആർക്കൈവ് നോക്കിയാൽ കാണാൻ പറ്റും. പഴയ വീഡിയോസിന്റെ ഗാലറി നോക്കിയാൽ കാണാൻ പറ്റും. ഇന്നലെ ഞങ്ങൾ ചെയ്ത വീഡിയോയിൽ അത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അന്ന് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു, പിന്നെ തന്ത്രിയെ വിശദമായി ചോദ്യം ചെയ്യണം. തന്ത്രിയെ ചോദ്യം ചെയ്തുകൊണ്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞു. പക്ഷേ അത് വീണ്ടും 1.5 മാസം കഴിഞ്ഞു. എന്തിനായിരുന്നു ഡിലേ നമുക്കറിയില്ല. ഇന്നലെ അയ്യപ്പന്റെ ജന്മദിനം കണക്കാക്കുന്നതനുസരിച്ച് ഉത്ര നക്ഷത്രമാണ് ഇന്നലെ. അയ്യപ്പന്റെ ജന്മദിനമാണ്. അതുപോലെ ശബരിമല മകരവിളക്ക് സീസണാണ്. അതിൻ്റെ ഇടയിൽ വേറെ 2 സംഭവങ്ങൾ കൂടി ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങൾ കേരളത്തിലുണ്ടായി. ഒന്ന്, ദേവസ്വം ബോർഡിനോട്, ശബരിമല ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി പിന്നെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കാര്യങ്ങൾ ചോദിച്ചു, കണക്കുകൾ ചോദിച്ചു. അതിൻ്റെ ഒരു വിവാദ വാർത്ത വന്നു. രണ്ടാമത്, മുസ്ലിം ലീഗുമായി മാറാട് കലാപവും ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു മുസ്ലിം ന്യൂനപക്ഷത്തിന് സങ്കടമുണ്ടാകുന്ന ഒരു വാർത്തയും ഇവിടെ AK ബാലൻ പറഞ്ഞു. അത് വലിയ വിവാദമായി. അപ്പൊ അതിനെയൊക്കെ ഒന്ന് കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹിന്ദു മതത്തെ ഒന്ന് പ്രീണിപ്പിക്കാം, ഹിന്ദുക്കളെ ഒന്ന് പ്രീണിപ്പിക്കുകയല്ല, ഒന്ന് തന്ത്രിയെ ഒന്ന് പിടിച്ചാൽ ഞങ്ങൾ ഹിന്ദു മതക്കാരെയും പിടിക്കും എന്നുള്ള ലൈനിൽ ഒരു SIT കൊണ്ട് ഇത് ചെയ്യിച്ചതാണെന്നുള്ള ഒരു സമ്മർദ്ദ തന്ത്രമൊക്കെ പറയുന്നു. പിന്നെ ഇന്നലെ കോടതിയിൽ കൊടുത്തതിൽ ചില വക്കീൽ പറയുന്നത്, ഇദ്ദേഹം കരഞ്ഞു, ഇനി ഞാൻ ശബരിമലയിൽ കയറൂല എന്ന് പറയുന്നു, മല ഞാൻ ഇനി ചവിട്ടില്ല എന്ന് പറഞ്ഞു. രാജീവ് കണ്ഠരരുവിന്റെ സങ്കടകരമായ കാര്യമൊക്കെ പറഞ്ഞിട്ട് 120B എന്നും അട്രാക്ട് ചെയ്യാനുള്ള ഒരു ഇതില്ല എന്നാണ് വക്കീൽ പറയുന്നത്. പക്ഷെ 120B അടക്കമുള്ള നിരവധി 4-5 കേസുകളാണ് അദ്ദേഹത്തിന്റെ തന്ത്രിയുടെ പേരിൽ വച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് വാർത്ത വന്നിട്ടുണ്ട്. എന്നാൽ ഇതിലെ കേരള കൗമുദിയിലെ മറ്റൊരു വാർത്ത, 2019 മെയ് 18 തയ്യാറാക്കിയ മഹസറിൽ 2019 മെയ് 18 തയ്യാറാക്കിയ ഈ സ്വർണ്ണപ്പാളി പുറത്തു കൊണ്ടുപോകാനുള്ള മഹസറിൽ കണ്ഠരരു രാജീവരും ഒപ്പിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വിഷയം. പിന്നെ ഈ ഒരു പ്രാവശ്യം പരികർമ്മിയായി അവിടെ വേല കാണിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടെ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം രണ്ടാമത് ബാംഗ്ലൂരിലെ ശ്രീരാംപൂർ ക്ഷേത്രത്തിലെ മേൽശാന്തിയാക്കിയതും വീണ്ടും ഇദ്ദേഹത്തെ ശബരിമലയിൽ കൊണ്ടുവന്ന് സ്പോൺസറിന്റെ രൂപത്തിൽ കണക്ട് ചെയ്യിച്ചതിലും ഒക്കെ വലിയ പങ്ക് കണ്ഠരരു രാജീവർക്ക് ഉണ്ട് എന്നുള്ള ഒരു വാദവുമുണ്ട്. പിന്നെ അനുജ്ഞയുടെ വിഷയങ്ങളൊക്കെ ഉണ്ട്. അനുജ്ഞ ചൊല്ലണം, അനുജ്ഞ ചൊല്ലിയതിനു ശേഷം അത് തുറന്നിരിക്കുമ്പോഴാണ് ഇത് ചെയ്യേണ്ടത്. അത് ആചാര ലംഘനം പറയും. അതിന്റെ വിഷയം ഇത്രയേ ഉള്ളൂ. ദേവനിൽ ഒന്നുകിൽ ദേവപ്രശ്നം നടത്തി ദേവന്റെ അനുവാദം വാങ്ങണം, അല്ലെങ്കിൽ ദേവൻ ഉണർന്നിരിക്കുന്ന സമയത്ത്, അമ്പലം തുറക്കുന്ന സമയമുള്ള ഉണർന്നിരിക്കുന്ന സമയം, ആ ഉണർന്നിരിക്കുന്ന സമയത്ത് അനുജ്ഞ വാങ്ങണം. പക്ഷെ ഇതെല്ലാം നടന്നിരിക്കുന്നത് മെയ് മാസത്തിലാണ് നടന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയത് അമ്പലം അടച്ചിരിക്കുന്ന സീസൺ കഴിഞ്ഞിട്ടാണ്. അപ്പൊ സീസൺ കഴിഞ്ഞ സമയത്ത്, പൂജയുള്ള സമയത്തല്ല ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ അമ്പലം അടഞ്ഞു കിടക്കുന്ന കാലത്ത് ഇതെങ്ങനെ ചെയ്യാൻ പറ്റിയ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്, ചെയ്തെങ്കിൽ ധ്യാനത്തിലിരുന്ന് അനുജ്ഞ ചോദിക്കണം. അനുജ്ഞ ചോദിച്ചിട്ട്, അനുജ്ഞ അയ്യപ്പനും തന്ത്രിയായിട്ടുള്ള ഇടപാടാണ്, അതിനകത്ത് വേറെ ആർക്കല്ലേ പങ്കെന്നില്ല.
അനുജ്ഞ കിട്ടിയാൽ അനുജ്ഞ കിട്ടി അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല എന്നുള്ള അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു ഇൻഡ്യൂഷനാണ്. അത് അദ്ദേഹം വെള്ള പേപ്പറിൽ എഴുതി അല്ലെങ്കിൽ ലെറ്റർ ഹെഡിൽ എഴുതി ദേവസ്വത്തിന് കൊടുക്കും. അതുകൂടി ഇതിന്റെ ഫയൽ ഡോക്യുമെന്റ് ആയിട്ട് കിടക്കും. അപ്പോൾ ദ്വാരപാല വിപുരം 2025 കൊണ്ടുവന്ന സമയത്ത് ഇപ്പോഴത്തെ കണ്ഠരരു അത് അനുജ്ഞ ചെയ്തു, അങ്ങനെ ചെയ്തു ആണ് കൊടുത്തത്, എഴുതി കൊടുത്തു. പക്ഷെ രാജീവ് കണ്ഠരരു അനുജ്ഞ ചെയ്ത് എഴുതി കൊടുത്തിട്ടില്ല. ഇനി മാത്രമല്ല തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഇത് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരുമല്ലോ, തിരിച്ചു കൊണ്ടുവരുമ്പോൾ പിന്നെ അനുജ്ഞ നിവർത്തിക്കണം. ഈ കൊടുത്ത അനുജ്ഞ അനുവാദം വാങ്ങിച്ചല്ലോ, അനുവാദം വാങ്ങിച്ചിട്ടാണ് കൊണ്ട്, അപ്പോൾ തിരിച്ചു കൊണ്ട് വച്ചിരിക്കുകയാണ് എന്നുള്ള അനുജ്ഞ നിവർത്തിക്കണം. അതുപോലെ തന്നെ ആ നിവർത്തിക്കുന്നതിന്റെ ഭാഗമായി 2 ദിവസത്തെ പൂജകളും പറയുന്നുണ്ട്. അപ്പൊ ഇതൊന്നും ശബരിമലയിൽ ചെയ്തിട്ടില്ല. അപ്പൊ ആചാരപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നാണ്. അല്ല ആചാര ലംഘനം എന്ന് കേട്ടാൽ എന്തോ കുഴപ്പമാണെന്ന് പറയും. ആചാരപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ പലതും ചെയ്തിട്ടില്ല എന്നുള്ളതും തന്ത്രിക്ക് അറിയാമെന്നുള്ളതും തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഫോൺ കാളുകളും അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്ത്രി ഒരു ശിഷ്യനായി കൊണ്ടു നടന്നതും അവരുടെ കൂടിക്കാഴ്ചകളും കല്യാണത്തിൽ പങ്കെടുത്തതും അങ്ങനെ ഒരുപാട് ബന്ധങ്ങളും കാര്യങ്ങളും കണക്ട് ചെയ്തിട്ടാണ് ഈ കേസുകളെല്ലാം കൂടി ആര് കൊണ്ടുവന്നിരിക്കുന്നത്? SIT കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ 2025 നവംബർ 28 കേരള കൗമുദി പത്രം ഇതിനകത്ത് ഇങ്ങനെ ഒരു വാർത്ത തന്നെ വന്നിട്ടുണ്ട്. 2025 നവംബർ 28 ഈ വാർത്ത വന്നത്. അതിൽ മഹസറിൽ ഒപ്പിട്ടവരിൽ കണ്ഠരരു രാജീവരും ഉണ്ട് എന്നുള്ളൊരു വാർത്തയുമുണ്ട്. അപ്പോൾ ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു കേസാണ്. ഇനി ആണ് നമ്മൾ അറിയേണ്ടത്, ദൈവതുല്യൻ എന്ന് പറഞ്ഞത് പത്മകുമാറിനെ പിടിച്ചപ്പോൾ പത്മകുമാർ ദൈവതുല്യൻ എന്ന് പറഞ്ഞത് ആരെയാണ് ദൈവതുല്യൻ എന്ന് പറഞ്ഞത്? അത് കണ്ഠരരു രാജീവാണോ? അതോ ഇനി പൊളിറ്റിക്കലായിട്ടുള്ള ദൈവതുല്യരുണ്ടോ? അത് കടകംപള്ളി സുരേന്ദ്രനാണോ? അതിന്റെ മുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അനുഗ്രഹാശിസുകളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇതൊക്കെ അറിയാമോ? ഇതുപോലെ ശബരിമലയിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന് അറിയാമോ? അതുപോലെ തന്നെ കോൺഗ്രസിലെ ചില നേതാക്കളുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധങ്ങൾ പറയുന്നു. ആ ബന്ധങ്ങളിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നും അറിയാൻ, അല്ലെങ്കിൽ അത് വച്ചുകൊണ്ട് ഈ തൊണ്ടി മുതൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു വളരെ കാർഡിനലായിട്ടുള്ള പോയിന്റ്, ഇന്നലെ ഞാനത് ജനം ചാനൽ ഞാൻ ചോദിക്കാൻ ശ്രമിച്ചു. അത് അനിൽ നമ്പ്യാരുടെ അടുത്ത് ഒക്കെ കൺവേ ചെയ്തു. പക്ഷെ അനിൽ നമ്പ്യാർ അതൊക്കെ ചോദിച്ചു. നമ്മളെല്ലാവരും ആ ഒരു അപ്രകൻഷൻ പറഞ്ഞായിരുന്നു. അനിൽ നമ്പ്യാർ വളരെ വ്യക്തമായ ആ കാര്യം ഇന്നലെ പറഞ്ഞായിരുന്നു. തൊണ്ടി മുതൽ എവിടെയാണ് എടുത്തോണ്ട്? കാരണം പ്രധാന കള്ളൻ എന്ന് പറയും ഈ മോഷണത്തിൽ 3 ടൈപ്പ് ആളുകളാണുള്ളത്. ഒന്ന് നേരിട്ട് പങ്കെടുത്തവർ, 2 ഇതിനൊരു ഇൻഡയറക്റ്റ് ആയിട്ട് പങ്കെടുത്തവർ, 3ാമത് ഇതിനുള്ളൊരു പരിസരം ഉണ്ടാക്കി കൊടുത്തവർ. പരിസരം ഉണ്ടാക്കി കൊടുത്തവരിലാണ് ഈ സോണിയാഗാന്ധി ആയാലും ആന്റണി ആയാലും അങ്ങനെയുള്ള ആളുകളൊക്കെ പറയുന്നത് ഒരു ബന്ധങ്ങളുടെ ഒരു പരിസരമാണ്. അല്ലാതെ അവർ കറക്റ്റ് ഒരു എൻവയൺമെന്റൽ സപ്പോർട്ടാണ്, ഒരു പാരിസ്ഥിതികമായ അല്ലെങ്കിൽ പരിസര സപ്പോർട്ടാണ്. അല്ലാതെ അവരും ഡയറക്റ്റ് മോഷ്ടിച്ചുകൊണ്ട് പോയില്ലല്ലോ. അതേസമയം ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് വന്നിരിക്കുന്ന ആളുകളാണ് തന്ത്രി സംഘവും ഒക്കെ. നമ്മുടെ പത്മകുമാർ, തന്ത്രി, എൻ വാസു, ഇങ്ങനെയൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് നിൽക്കുന്നതാണ്. വളരെ ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളാണ് ഉണ്ണികൃഷ്ണനും പിന്നെ അങ്ങനെയുള്ള സംഘം. പിന്നെ ചിലർ ഏറ്റക്കുറച്ചിൽ വരും. ഇതിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്രയും ഡയറക്റ്റായി ഈ കാര്യങ്ങൾ ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനെയും ബെല്ലാരിക്കാരെയും പിന്നെ അവർ ആ ടീമിനെ എല്ലാം പിടിച്ചിട്ടും ഇതിന്റെ സ്വർണം എവിടെ? ഒറിജിനൽ മുതൽ എവിടെ? അതിന് ISROയുടെ ഒരു പരിശോധന കൂടെ വരാനുണ്ട്. അത് ഇതല്ല എന്ന് കണ്ടുപിടിച്ചാൽ കേസ് വീണ്ടും തിരിയും. ISRO പറയുകയാണ് നേരത്തെ കൊണ്ടുപോയ സ്വർണമല്ല, അവിടെ ഇപ്പോൾ കൊണ്ടുവന്ന സ്വർണം, അല്ലെങ്കിൽ അവയൊക്കെ തമ്മിലൊക്കെ വലിയ വ്യത്യാസം ഉണ്ടെന്ന് വന്നാൽ വലിയ ഒരു ട്വിസ്റ്റ് ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഇത് ട്വിസ്റ്റിൽ നിന്ന് ട്വിസ്റ്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേസ്. അതിനിടയിൽ ED വന്ന് ഇന്നലെ എല്ലാവരുടെയും, ഒക്ടോബറിൽ അവർ തുടങ്ങിയ പണിയാണ്, 4-5 മാസം കൊണ്ട് എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ ഇന്നലെ മുതൽ ഫ്രീസ് ചെയ്യുന്ന പണിയിലേക്ക് പോയിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടുകൾ നോക്കുന്ന പണിയിലേക്ക് പോയിട്ടുണ്ട്. IPC ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചുള്ള 403, 406, 409, 466, 467, 120B, 120B, 34 അഴിമതി നിരോധന നിയമത്തിലെ 13A അല്ല 13(1), 13(2) വകുപ്പുകൾ പ്രകാരം ഏകദേശം എത്ര വർഷം കിടക്കേണ്ടി വരുമെന്ന് അറിയാം. ഇതെല്ലാം കൂടെ കണക്കാക്കിയാൽ ഇതൊക്കെ തെളിയിക്കപ്പെട്ടാൽ, പക്ഷെ ഒരാളിന് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി ആളിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനും ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി പല കാര്യങ്ങളും എഴുതി പിടിപ്പിക്കും. അതൊരു കേസിന്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. പക്ഷെ ഇതെല്ലാം തെളിയിക്കപ്പെട്ടാൽ കുടുംബവും തന്ത്രിയും വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വിശ്വാസി സമൂഹത്തിന്റെ അയ്യപ്പന്റെ പിതാമഹന്റെ സ്ഥാനത്ത് നിൽക്കുന്ന തന്ത്രി പിതാമഹൻ യഥാർത്ഥത്തിൽ 12 കൊട്ടാരക്കാരാണ്.
പക്ഷെ എങ്കിലും ദേവസ്ഥാനത്ത് നിൽക്കുന്ന വളരെ പ്രമുഖനാണ് തന്ത്രി. ആ തന്ത്രി ഇതിനകത്ത് പെട്ടത് വലിയ ഒരു അപമാനകരമായ കാര്യമാണ്. അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇത് സംഭവിച്ചത്, ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കാമ, ക്രോധ, ലോഭ, മോഹ, പണ, അധികാര, സ്ത്രീകളോടുള്ള, മദ്യത്തിനോടുള്ള, മയക്കുമരുന്നിനോടൊക്കെ ഉള്ള താല്പര്യങ്ങൾ കൂടി വരുന്ന എല്ലാവർക്കും, അത് മന്ത്രിമാർ മുതൽ തന്ത്രിമാർ മുതൽ സകല പേർക്കും, സന്യാസിയും സ്വാമിക്കും വീട്ടപ്പക്കാരനും ഗൃഹസ്ഥാശ്രമിക്കും എല്ലാവർക്കും ഇതിൻ്റെ ഒരു ആസക്തി കൂടി വരുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്താണ് ഇതിൻ്റെ പ്രേരണ, ഈ പോറ്റിക്കുള്ള അല്ലെങ്കിൽ തന്ത്രിക്കുള്ള പ്രേരണ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ എന്നറിയാനും പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട്.